ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കുവാമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്നവരെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാദിവികാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജപമാല സമർപ്പണം. മുഖ്യതനായിരുന്ന വിശുദ്ധമഹായിലെ ദേവന്മാരായിരിക്കുന്ന വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, സ്ലീഹന്മാരായിരിക്കുന്ന വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായെ, ഞങ്ങൾ ഏറ്റവും പാപികളായിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ 203 മണി ജപത്തെ നിങ്ങളുടെ സ്തുതികളൊന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ തൃപ്പാദത്തിങ്കൽ ഏറ്റവും വലിയ ഉപകാരമായി കാഴ്ചവെപ്പാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ, മിശിഹായെ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണേ. പരിശുദ്ധയായി വിളങ്ങും കന്യകാമേരിയമ്മേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ദൈവകർത്താവിൻ്റെ ഏറ്റം ദിവ്യയാകും ജനനീ, ഞങ്ങൾക്കായി ദൈവമാതാ കന്യകാകൂലത്തിനേറ്റം വന്ദനീയ മൗലിയേ, ദേഹശുദ്ധിയായി വിളങ്ങും പുണ്യഗേഹ മാതാവേ,
അത്ഭുതത്തിനെപ്പോഴും പദാർത്ഥമായ മാതാവേ, സൃഷ്ടിതാവിന്നമ്മ നീയെ ലോകത്തിനു മാതാവേ, ലോകമൊക്കെ ലോകരാലെ കീർത്തനീയ കന്യകേ, വല്ലഭൻ തൻ പുത്രനാലെ വല്ലഭയാം കന്യകേ, കണ്ണിനെല്ലാം പുണ്യപൂർത്തി ആയിടും കണ്ണാടിയേ, അമ്മയെപ്പോൽ സൗമ്യത കാരുണ്യമേറും കന്യകേ, മാനവർക്കു മോദമേകും മാനിനി മാണിക്യമേ, ഭക്തി ബഹുമാനമൂർത്തി ഉത്തമയാം പാത്രമേ, ദൈവിക സൗരഭ്യസാര പൂർണ്ണ റോസാ പുഷ്പമേ, പൊന്നുകൊണ്ടു മിന്നിടുന്ന വന്ദനീയ ഗേഹമേ, സ്വർഗീയ മന്ന വഹിക്കും വാഗ്ദാന പേടകമേ, സ്വർഗത്തിലേക്കു നയിക്കും പുണ്യവാദായനമേ, പാപികൾക്കു പാപഭാരം പോക്കിടും സങ്കേതമേ, രോഗപീഠകളിലെന്നും ആശ്വാസതാരകമേ, ക്രിസ്തുവിൽ വിശ്വാസികൾക്ക് വാസ്തവ സങ്കേതമേ, ദൈവദൂതന്മാർ വണങ്ങും ദൈവലോകരാജ്ഞിയേ, പൂർവതാതന്മാർ വണങ്ങും കന്യകൾ തൻ രാജ്ഞിയേ, രക്തസാക്ഷികൾക്കു പുണ്യ മാതൃകയാം രാജ്ഞിയേ, വിശുദ്ധരുടെ ഗണത്തിൻ ആശ്രയമാം രാജ്ഞിയേ,
ജന്മപാപമേശിടാത്ത നിർമ്മലയാം രാജ്ഞിയേ, ലോകജനതകൾക്കെന്നും ശാന്തിയേകും രാജ്ഞിയേ, സ്വർഗാരോപിതയായി വാഴും മഹത്വത്തിൻ രാജ്ഞിയേ, ജപമാലാർച്ചിതയാകും സ്തുതികൾ തൻ രാജ്ഞിയേ, കർമ്മല സഭയിൽ വാഴും വന്ദനീയ രാജ്ഞിയേ, ഭൂലോക പാപം ഹനിക്കും ദൈവത്തിൻ്റെ കുഞ്ഞാടേ, ഞങ്ങൾ തൻ പാപങ്ങളെല്ലാം നീതയാൽ ക്ഷമിച്ചിടണേ. ഭൂലോക പാപം ഹനിക്കും ദൈവത്തിൻ്റെ കുഞ്ഞാടേ, ഞങ്ങൾ തൻ പ്രാർത്ഥനകൾ നീ ചെവി കൊള്ളണമേ. ഭൂലോക പാപം ഹനിക്കും ദൈവത്തിൻ്റെ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ ചൊരിയൂ ഇന്നും നിൻ അനുഗ്രഹങ്ങൾ. ദൂതൻ അമ്മയോട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നു. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ കൃപയ്ക്ക് മേൽ കൃപ നിറയപ്പെടുവാൻ വേണ്ടി നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. സഹായകനായ പരിശുദ്ധാത്മാവ് ഈ നിമിഷങ്ങളിൽ നമ്മളെ സഹായിക്കുക. പാപത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്, നീതിയായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച്, കർത്താവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെടുന്ന നിമിഷങ്ങളിൽ ആ വലിയ നിമിഷത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ന്യായവിധിയുടെ നിമിഷങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, നമ്മെ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ശക്തിപ്പെടട്ടെ എന്ന് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ആദിമസഭയിൽ ശക്തിപ്പെട്ടതുപോലെ കർത്താവിൻ്റെ ശക്തി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഓരോ ശരീരങ്ങളിലും ദൈവാരൂപി നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കാനായിലെ കല്യാണ വിരുന്നിൽ സംഭവിച്ചതുപോലെ കാലിയായ കൽഭരണികളിൽ ജലം നിറച്ചപ്പോൾ അത് വീഞ്ഞായിട്ട് മാറി, അത് മേൽത്തരമായിട്ട് മാറി. വേദനകളും ദുഃഖങ്ങളും ആകുലതകളും നിരാശയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്ക്, ചിന്താഗതികളിലേക്കെല്ലാം കർത്താവിൻ്റെ ആത്മാവ് കടന്നു വന്ന് ആ ചിന്താഗതികളെല്ലാം, മനസ്സിനെയെല്ലാം ദൈവികമാക്കി മാറ്റുന്ന ആ സ്നേഹത്തിൻ്റെ നിമിഷം അവിടുന്ന് വാഗ്ദാനം ചെയ്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് കൊടുങ്കാറ്റിൻ്റെ വേഗതയോടെ സിഹിയോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, ഏകമനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമൂഹത്തിൻ്റെ മേൽ കടന്നു വന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ദൈവസാന്നിധ്യം അഗ്നിനാവുള്ള രൂപത്തിൽ അവരിൽ വെളിപ്പെട്ടു. നമ്മളിൽ ഓരോരുത്തരിലും ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനം
അതിൻ്റെ പൂർണ്ണതയിൽ ആയിത്തീരുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മളിൽ ഓരോരുത്തരിലും വെളിപ്പെടും. നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ആത്മാവെ വ്യാപരിക്കണേ, ജീവിതത്തിൻ്റെ മേൽ വ്യാപരിക്കണമേ, ജീവൻ്റെ മേൽ, ആത്മാവിൻ്റെ മേൽ, സന്ധിബന്ധങ്ങളുടെ മേൽ, മജ്ജയുടെ മേൽ, മാംസത്തിൻ്റെ മേൽ എല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, എല്ലാ വിശുദ്ധരോടും ചേർന്ന്, സ്വർഗവാസികളോട് ചേർന്ന്, ആദിമസഭയിലെ 12 അപ്പസ്തോലന്മാരോട്, 120ഓളം വ്യക്തികളോട് ചേർന്ന്, ആഗോള സഭയിൽ എല്ലാ മക്കളോടും ചേർന്ന് കരങ്ങൾ ഉയർത്തി ആത്മാവിൻ്റെ വലിയ ശക്തി നമ്മുടെ ശരീരങ്ങളിൽ, ആത്മാവിലെ ജീവനിൽ, സന്ധിബന്ധങ്ങളിലും, അജ്ജയിലും, മാംസത്തിലും, രക്തത്തിൽ എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. രോഗശാന്തിയുടെ അഭിഷേകം, സൗഖ്യത്തിൻ്റെ അഭിഷേകം, വിടുതലിൻ്റെ അഭിഷേകം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച് വലിയ കൃപ ഒഴുകുന്ന നിമിഷം വിശ്വസ്തരായ മക്കള് ദൈവസാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരണ നൽകി ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഓരോ ദൈവമക്കളെയും യേശു അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. യേശു നമ്മളെ സുഖപ്പെടുന്ന നിമിഷമാണ്. ഇത്രയേറെ അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും ഒഴുകിയിറങ്ങുന്ന നിമിഷമാണ്. വരദാനങ്ങൾ നിറയപ്പെടുന്ന നിമിഷമാണ്. കരങ്ങളുയർത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് വിശ്വസ്തനായിട്ടുള്ള ഈ ജനതയെ കർത്താവ് അഭിഷേകം ചെയ്യുക. 8ാം വർഷത്തിലേക്ക്, 7ാം വർഷം പൂർത്തീകരിച്ച് 8ാം വർഷത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന നമുക്ക് ഓരോരുത്തരിലും പുതിയ അഭിഷേകം, പുത്തൻ അഭിഷേകം ഈശോ നൽകിക്കൊണ്ട് ഈ സമൂഹത്തെ അവിടുന്ന് ഉയർത്തുകയാണ്. വിശ്വസ്തരായ മക്കളെ അവിടുന്ന് അഭിഷേകം ചെയ്യുക. കരങ്ങൾ ഉയർത്തി ഈ കൂട്ടായ്മയോട് വിശ്വസ്തത കാട്ടുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കുന്ന നിമിഷം വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി ദൈവത്തോട് നമുക്കൊന്നു ചേർന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ആ വലിയ കാരുണ്യത്തിനായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലേക്ക് ആത്മാവ് വ്യാപരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി എല്ലാവരും പ്രാർത്ഥിച്ചേ. അഭിഷേകം നിറയട്ടെ, ശക്തി വെളിപ്പെടട്ടെ, എല്ലാ ബന്ധനങ്ങളും നീങ്ങട്ടെ, എല്ലാ തടസ്സങ്ങളും നീങ്ങട്ടെ, എല്ലാ പൈശാചിക പീഡകളും കുടുംബങ്ങളിൽ നിന്ന് തലമുറയായിട്ട് കടന്നുവന്നിരിക്കുന്ന സകല അരൂപികളും നീങ്ങിപ്പോകട്ടെ. മഹത്വം വെളിപ്പെടട്ടെ, സാന്നിധ്യം വെളിപ്പെടട്ടെ. ഹൊറേബ് മലയുടെ മുകളിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം, സീനായ് മലയുടെ മുകളിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ കാരുണ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ, ശക്തി വെളിപ്പെടട്ടെ. എല്ലാ മക്കളുടെ ശരീരങ്ങളിലും ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഓരോ പ്രവൃത്തികളിലും ദൈവിക ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവ് വ്യാപരിക്കട്ടെ. സിഗിയോൻ ഊട്ടിച്ചാലയിൽ വ്യാപരിച്ചതുപോലെ ഈ ആലയം മുഴുവനിലും ഓരോ ഭവനങ്ങളിലും കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായിട്ട് ഓരോ ഭവനങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഏലിയായിൽ നിന്ന് എലീഷായിലേക്ക് പകരപ്പെട്ടതുപോലെ ദൈവിക ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ശക്തി മോശയിലേക്ക് വ്യാപരിച്ചതുപോലെ ഹല്ലേലൂയ അതേ ശക്തി തന്നെ ഓരോ മക്കളുടെ ശരീരങ്ങളിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയിൽ നിന്ന് എലീഷാമയിലേക്ക് വ്യാപരിച്ചതുപോലെ ദൈവിക ശക്തി ഓരോ മക്കളുടെ ശരീരങ്ങളിലേക്കും വ്യാപരിക്കപ്പെട്ട കുടുംബങ്ങളിലുള്ള ഓരോ മക്കളിലേക്കും ദൈവവിശ്വാസത്തിന്റെ, വിശുദ്ധിയുടെ, ദൈവസ്നേഹത്തിന്റെ, ആ വിശ്വസ്തയുടെ വലിയ അഭിഷേകം നിറയപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗായകനോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരമടിച്ചെല്ലാവരും അഗ്നിയായി നിറയണമേ. പുത്തൻ അഭിഷേകം. ആത്മാവേ അഗ്നിയായി നിറയണമേ. ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ.
ശക്തിയോടെ കരമടിച്ച് വിശ്വസ്തയോടെ പാടി പ്രാർത്ഥിക്കുക. ആദിമ സഭയിൽ നിറഞ്ഞതുപോലെ ദൈവശക്തി ഓരോ ശരീരങ്ങളിലും വെളിപ്പെടുക. അപ്പസ്തോലന്മാര് കടന്നുപോയ എല്ലാ വഴികളിലും കർത്താവിന്റെ ശക്തി വെളിപ്പെട്ടു. അനേക രോഗികള് സുഖം പ്രാപിച്ചു. പൈശാചിക ബന്ധനങ്ങളിൽ കഴിഞ്ഞു വരുന്നവര് മോചനം കിട്ടി. ഹല്ലേലൂയ. അതേ അഭിഷേകം കരങ്ങൾ ഉയർത്തി അപ്പസ്തോലിക അഭിഷേകം നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? നന്ദി. മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും. അരുളിയ പോലെ അഗ്നി ഇറക്കി വിശുദ്ധി നൽകണമേ. മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും. അരുളിയ പോലെ അഗ്നി ഇറക്കി വിശുദ്ധി നൽകണമേ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. ആത്മാവാം ദൈവമേ
സ്നേഹം അനുഭവിക്കുവാനുള്ള വലിയ കൃപ ഈശോയെ ഈ നിമിഷങ്ങളിൽ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങള് ഉയർത്തിപ്പിടിച്ച് കുരിശുരൂപത്തിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി കാൽവരിയിൽ ബലിയായി തീർന്ന നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് യേശുവിന്റെ അനന്തമായ കാരുണ്യം, ആ കാരുണ്യത്തിലാണ് നാം ഒത്തുചേർന്ന് നിൽക്കുന്നത്. പ്രിയ ദൈവജനമേ, അനേക മക്കളെ നമ്മുടെ ഓരോരുത്തരെയും ഈശോ അനുദിനം സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഓരോ ആഴ്ചകളിലും ദിവ്യകാരുണ്യ സ്നേഹ
വലിയ കാര്യങ്ങൾ നമ്മെ ഏൽപ്പിച്ചു തരികയും ചെറിയ ചെറിയ കാര്യമാണ്. നമ്മൾ വെള്ളിയാഴ്ച ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടി കർത്താവിന്റെ അനുഗ്രഹം പ്രാപിച്ച് നമ്മൾ മടങ്ങിപ്പോവും. ഇവിടെ ഏറ്റവും അവസാനത്തെ സൗഖ്യം ഒരു കുഞ്ഞിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയത്. ഡോക്ടർമാർ വിളിച്ചു, ഇനി ആ കണ്ണിന് കാഴ്ചയൊന്നും കിട്ടത്തില്ല. ഡോക്ടർമാർ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കൊച്ചിന്റെ അമ്മ ഈ ദേവാലയത്തിൽ വന്നിരുന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചപ്പോൾ ബ്രദറിന്റെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, ഒരു കുഞ്ഞിന്റെ കണ്ണെ ഈശോ തൊട്ട് സുഖപ്പെടുത്തും. ആണിപ്പഴുതുള്ള കരങ്ങള് ഒരു കുഞ്ഞിന്റെ കണ്ണിൽ തൊടുന്നതായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചത്. ആരാ സുഖപ്പെടുത്തിയെ? ബ്രദറാണ് സുഖപ്പെടുത്തിയെ, ദൈവമാണ് സുഖപ്പെടുത്തിയെ, സുഖപ്പെടുത്തി. ഇത് കാണാനുള്ള വലിയ കൃപ. ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ചെങ്കടൽ തീരത്ത് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവമാണ് ചെങ്കടലിനെ വിഭജിച്ചത്. ആ ചെങ്കടലിലൂടെ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ എവിടെയെല്ലാം പ്രാർത്ഥനയുടെ കുറവുണ്ടായോ അവിടെയെല്ലാം വളരെ ബുദ്ധിമുട്ടുകളുണ്ടായി. ഇവിടെ ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ മോശയ്ക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവം പഠിപ്പിച്ചു. ഇവിടെ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. നിങ്ങൾ ഈ കർത്താവിന്റെ ആലയത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവ് എന്നെ പഠിപ്പിച്ചത് പ്രാർത്ഥിക്കുവാനാണ്. എന്റെ കൂടെ ഇരുന്ന് നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ആരാ അത്ഭുതം അടയാളം പ്രവർത്തിക്കുന്നത്? ഈശോയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. എവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടായോ, എവിടെയെല്ലാം പ്രതിസന്ധി ഉണ്ടായോ അവിടെ വിശ്വസ്തയോടെ മോശയുടെ അടുത്ത് വിശ്വസ്തയോടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ഓരോ ഇസ്രായേൽ മക്കളെയും ദൈവം അനുഗ്രഹിച്ചു. ഇവിടെ ആ വിശ്വസ്തയിൽ നിലനിന്നുകൊണ്ട് അവസാനം വരെ ആ വിശ്വസ്തയോടെ മോശയോട് ചേർന്ന് ജനത്തെ മോശ മരിച്ചതിന് ശേഷം ജോഷുവായി ഏൽപ്പിച്ചുകൊണ്ട് ജോഷുവായിലൂടെ ആ വിശ്വസ്തനായി ജനം നേരെ കർത്താവിലേക്ക് കൊണ്ട് എത്തിച്ചത് കാനാൻ ദേശത്തിലേക്കാണ്. ഒരു വഴികാട്ടിയാണ്. മോശയും ജോഷുവായും ദൈവജനത്തെ ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള വഴികാട്ടികളായിട്ട്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനുള്ള വ്യക്തികളായിട്ട്, അവരെ സഹായിക്കുവാനുള്ള വ്യക്തികളായിട്ട് ദൈവം തിരഞ്ഞെടുത്തതാണ്. ഇവിടെ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വിശ്വസ്തയോടെ ഈ ഇവിടെ ആയാലും മനുഷ്യ പ്രാർത്ഥനക്കാരോടെല്ലാം ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം അനന്തമായ കാരുണ്യം വർഷിക്കും. ആ കുഞ്ഞിന് കണ്ണിന് കാഴ്ച കിട്ടിയപ്പോൾ അപ്പൻ കഴിഞ്ഞ ആഴ്ച കൊണ്ടത് ഇതിനെ കണ്ട ഈ കുഞ്ഞിനെയാ ഈശോ സുഖപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുകയും സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നതാ. നേരിട്ട് ഡയറക്റ്റ് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വസ്തയോടെ ദിവസത്തെ കണ്ണുനീരൊഴുക്കി അങ്ങനെ പ്രാർത്ഥന നടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. അപ്പൊ ഈ ഗ്രൂപ്പിനോട്, ഈ കൂട്ടായ്മയോട് നിങ്ങൾ വിശ്വസ്തത കാണിക്കണം. വിശ്വസ്തത കാണിച്ചാലേ തമ്പുരാൻ നമ്മുടെ കൂടുതൽ കാര്യങ്ങൾ ഏൽപ്പിച്ചു തരത്തുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഇരിക്കുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഏൽപ്പിച്ചു തരണോ? ഞാനൊരു വീട്ടിലാണ്, എന്റെ ഭവനത്തിലെ പ്രാർത്ഥന ചെറിയ കൂട്ടായ്മ ദൈവം ഒത്തിരി മക്കളെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആ ചെയ്ത ചെറിയ ശുശ്രൂഷകളിൽ വിശ്വസ്തത കാണിച്ചുകൊണ്ടാണ് കൂടുതൽ മക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. എങ്ങനെയാണ് വിശ്വസ്തത കാണിക്കുന്നത്? വ്യക്തമായിട്ട് നമ്മൾ വിശ്വസ്തയോടെ ആയിരിക്കണം ദൈവസന്നിധിയിൽ. അവിടെ കൂടുതൽ എന്നെ വിളിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പട്ടായത്തിന്റെ ധ്യാനത്തിൽ പങ്കുചേർന്നുകൊണ്ട് എന്നെ വിളിച്ചിട്ടുള്ള ഒരു കൗൺസിലിംഗ് ഞങ്ങളിപ്പോ അതിരമ്പഴയുണ്ട്. വന്ന് ഒരു കൗൺസിലിംഗ് എടുക്കാൻ സാധിക്കുമോ? അവിടെ വിശ്വസ്തയിൽ
ദൈവരാജ്യം അവരുടേതാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ അനുഭവിക്കുന്ന വ്യക്തികളായിട്ട് മാറുക. ആത്മാവിൽ നമുക്ക് എന്താ ആത്മീയ ദാരിദ്ര്യം ഉണ്ടായി. നമുക്ക് ഭക്ഷണത്തിന് ദാരിദ്ര്യം ഉണ്ടാവുക, നമ്മൾ ഭക്ഷണം അന്വേഷിച്ച് നമ്മൾ കടന്നു ഭക്ഷണത്തോടുള്ള ഭക്ഷണത്തിലുള്ള ദാരിദ്ര്യവും ഭക്ഷണം വേണമെന്നുള്ള ആ ഒരു ആഗ്രഹം ഇവിടെ ദാരിദ്ര്യം അനുഭവപ്പെടുമോ? അപ്പൊ നമ്മളത് അന്വേഷിച്ചാണ് ഭക്ഷണം ഉണ്ടാകാനുള്ള വഴി എന്താണ്. ഉപവാസം എടുക്കുന്ന ഒരു സഹോദരി ഉപവാസം എടുത്തിട്ട് ഭക്ഷണം അവിടെ റെഡിയാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, ഉച്ചയ്ക്കുള്ള ഭക്ഷണം റെഡിയാണ്, ഒരു കുഴപ്പമില്ല, ഒരു ഭക്ഷണത്തിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ രാവിലെ ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തിന്റെ കുറെ ഭാഗം എടുത്ത് മാറ്റി വെക്കും ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഉച്ചയ്ക്കുള്ളതും രാവിലെ ഉള്ളവരെ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഒരു ഉപവാസമായിട്ട് തീരുന്നില്ല. കാരണം കരുതി വെക്കുക, ഭക്ഷണത്തെ കരുതി വെക്കുക. നമ്മൾ എന്തിനാ വേണ്ടി ഉപവാസം എടുക്കുന്നത്? ആ ദൈവത്തോട് കൂടുന്നതിന്. അപ്പൊ ഇതിനോടുള്ള തീഷ്ണതയില്ല, ഈ ഭക്ഷണത്തോടുള്ള താല്പര്യം പരിപൂർണമായിട്ട് ഉപേക്ഷിക്കപ്പെടുവാൻ വേണ്ടിയ എന്തിന് ദാരിദ്ര്യം, അതൊന്നും ആത്മാവിലുള്ള ദാരിദ്ര്യം കടന്നു വരുവാൻ. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിൽ ദരിദ്രരുടെ പ്രത്യേകത എന്താ? ദൈവരാജ്യം അവർക്കുള്ളതാണ്. ദൈവാനുഗ്രഹം മുഴുവൻ അവർക്കുള്ളത്. ആത്മാവിൽ ആഗ്രഹിച്ച് ദാരിദ്ര്യം അനുഭവപ്പെടുകയും ദൈവവചനം കേൾക്കുവാനും ദൈവവചനം അറിയുവാനുള്ള ആഗ്രഹത്തോടെ തന്റെ അടുത്തേക്ക് കടന്നു വന്ന് മക്കളോട് ദൈവം പറഞ്ഞെന്താ? ഇങ്ങനെയുള്ളവര് ഭാഗ്യവാന്മാരാണ്. ദൈവരാജ്യം, ദൈവാനുഗ്രഹം ഇവർക്കുള്ളതാണ്. വചനം കേൾക്കുവാൻ തീഷ്ണതയോടെ ആഗ്രഹത്തോടെ കടന്നു വരുന്നവര് ഭാഗ്യവാന്മാരാണ്, അവർക്കുള്ളതാണ് ദൈവരാജ്യം. നമ്മുടെ കർത്താവിന്റെ ആലയത്തിലേക്ക് കടന്നു വരുന്ന എന്തിനു വേണ്ടി വരുന്ന വചനം കേൾക്കാനായിട്ടുള്ള തീഷ്ണതയോടെ കടന്നു വരുന്നവരെങ്കിലും ഭാഗ്യവാന്മാരാണ്. ആത്മാവില് ദാരിദ്ര്യം അനുഭവിക്കുക, വചനം കേൾക്കാനായിട്ടുള്ള ആ കുറവ് മനസ്സിലാക്കി ആ ദാരിദ്ര്യത്തില് കടന്നു വരിക, അത് പരിഹരിക്കപ്പെടുവാൻ വേണ്ടി, ആ ദാരിദ്ര്യം ഒന്ന് എടുത്തു മാറ്റപ്പെടുവാൻ വേണ്ടി, അല്ല ദാരിദ്ര്യം ഒന്ന് പരിഹരിക്കപ്പെടുവാൻ വേണ്ടി, അത് സമൃദ്ധിയുള്ള സ്ഥലത്തേക്ക്, വചനം ഒഴുകിയിറങ്ങുന്ന സ്ഥലത്തേക്ക്, മലമുകളിലേക്ക് കയറി നിന്ന് ആ ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച ജനത്തോട് ദൈവം യേശു പറഞ്ഞ കാര്യം എന്താ? നിങ്ങള് ഭാഗ്യവാന്മാരാ, തീർച്ചയായിട്ടും ദൈവരാജ്യം നിങ്ങൾക്കുള്ളതാണ്. എങ്ങനെയുള്ളവർക്ക് ദൈവാനുഗ്രഹം കിട്ടുന്നേ? ആത്മാവില് ദരിദ്രരായിട്ടുള്ളവർക്കാണ് വചനം കേൾക്കാനുള്ള തീഷ്ണത. ഞങ്ങൾ ഇവിടുന്ന് വചനം പറയുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആഗ്രഹിക്കുന്ന തീഷ്ണതയോടെ നിങ്ങൾ വരണം. പരിശുദ്ധാത്മാവെ കാര്യമായിട്ട് ശക്തമായിട്ട് ഈ ദൈവത്തിന്റെ പ്രവാചകന്മാരിലൂടെ പ്രവചിക്കുവാൻ അവർക്ക് കൃപ തരണമേ. അത് കേട്ട് ഗ്രഹിക്കുവാനുള്ള ശക്തിയും കരുത്തും അഭിഷേകവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് നിങ്ങൾ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് വരുമ്പോൾ അത് സംഭവിക്കുന്നത് വചനം പെരുമഴ പോലെ പെയ്തുറങ്ങും. അത് ഗ്രഹിക്കുവാനുള്ള കൃപ നമുക്ക് കിട്ടും. അതുകൊണ്ട് എങ്ങനെയുള്ളവരായിരിക്കണം? വചനം കേൾക്കാനുള്ള വചനം കേട്ട് ആ ദാരിദ്ര്യത്തെ പരിഹരിക്കുവാനുള്ള ആ ഒരു വഴി നമ്മൾ കണ്ടെത്തണം. ഈശോയുടെ അടുത്തോട്ട് ചെന്നാൽ ഇത് കിട്ടത്തുള്ളൂ. ദൈവത്തെ ആഗ്രഹിച്ചാൽ ദേവാലയത്തിലേക്ക് കടന്നാലേ ഈ കൃപ കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെയുള്ള വ്യക്തികൾ നമ്മളൊരു ആത്മീയമായിട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നതുകൊണ്ടാണ് ദൈവരാജ്യം നമുക്ക് കിട്ടാതെ പോകുന്നത്. അപ്പൊ അങ്ങനെ ആ ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യണം. കർത്താവിന്റെ സന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ വചനം കേട്ട് വചനത്തെ സ്വന്തമാക്കുമ്പോൾ ഈ ആത്മീയ ദാരിദ്ര്യം നമുക്ക് പരിഹരിക്കപ്പെടുകയാണ്. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, അവർക്ക് ദൈവരാജ്യം ദൈവം അവകാശം
അത് ലഭിക്കപ്പെടാത്തതിനുള്ള വലിയ വിലാപം നമുക്കുണ്ടാകണം. വലിയ വിലാപത്തോട് കണ്ണുനീരോടും നെടുവേർപ്പോടും കൂടി ഇസ്രായേൽ ജനം കടന്നു വരുന്നത് കണ്ടുകൊണ്ട് ഈശോ പറയുന്നുണ്ട്, അവർ വിലാപത്തോടും കണ്ണുനീരോടും നെടുവേർപ്പോടും കൂടി ഇതാ എന്റെ സന്നിധിയിലേക്ക് അവർ മടങ്ങി വരുന്നു എന്ന് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളിച്ചെയ്യുന്നുണ്ട്. വിലാപത്തോടെ എങ്ങനെയുള്ള വിലാപം? ദൈവരാജ്യത്തെ കുറിച്ചുള്ള ആ കിട്ടാതെ പോകുന്ന അനുഗ്രഹം, ആ നഷ്ടപ്പെട്ടു പോകുന്ന ദൈവ അനുഗ്രഹത്തെ കുറിച്ച് ഓർത്ത് കണ്ണുനീരൊഴുക്കി
ഉദ്ദേശിച്ച് ഒരു പുസ്തകമായിട്ട് ചേട്ടൻ എൻ്റെ അടുത്ത് വരുമോ? ചേട്ടൻ വരുന്നത് ചേട്ടൻ ആകപ്പാടെ രോഗിയാണ്, ചേട്ടൻ ആകപ്പാടെ പ്രശ്നമാണ്, ചേട്ടൻ ആകപ്പാടെ പ്രതിസന്ധി. ഇവിടെ ഈ പുസ്തകം തരുമ്പോൾ ഒന്നും എനിക്ക് കരുണ തോന്നുന്നില്ല. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, മദ്യപാനം അവസാനിപ്പിച്ച് കർത്താവിന്റെ ആലയത്തിലേക്ക് മടങ്ങി വന്ന് ദൈവത്തെ ആരാധിച്ചാൽ ദൈവം ചേട്ടനോട് കരുണ കാണിക്കും. എനിക്ക് അദ്ദേഹത്തോട് കരുണ തോന്നണമെങ്കിൽ, അദ്ദേഹത്തിന് കരുണ ലഭിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? അദ്ദേഹം കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ കാരുണ്യം അനുഭവിക്കാനായിട്ട്. നമ്മുടെ ഒത്തിരി പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രോഗിയാണ്, എന്റെ പ്രശ്നം ഒന്ന് സഹായിക്കണമെന്ന് ചെയ്താൽ ആരുടെ എടുത്താലും ഒന്നും കിട്ടുന്നില്ല. എല്ലായിടത്തും പോയി ഒന്നും കിട്ടുന്നില്ല, ആരും കരുണ കാണിക്കുന്നില്ല. കാര്യം ഈ വ്യക്തി കരുണ അനുഭവിക്കുന്നില്ല. കടബാധ്യത വരുമ്പോൾ നമ്മളിങ്ങനെ പല സ്ഥലത്തും പോയി ചോദിക്കുക, ആരും ഒന്നും ചെയ്തില്ല. വലിയ കഥകളൊക്കെ നമ്മൾ പറഞ്ഞു ഒന്നും സംഭവിക്കുന്നില്ല. കാരണം
തൊട്ടടുത്ത് കിടക്കുകയാണെങ്കിലും ഇവിടെ കൂടുതൽ അറിയാൻ സാധിച്ചത് ഈ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഈ സമയങ്ങളിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ, ഇതുമാത്രം കാര്യങ്ങൾ ഇദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചത് ദിവ്യകാരുണ്യ ഭക്തിയാണ്. പരിശുദ്ധ കുർബാനയുള്ള ആഴമായ വിശ്വാസമാണ് വിശുദ്ധ ജാവറേസിനെ വിശുദ്ധനാക്കി തീർത്തത്. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധയായ എബ്രൂസ്യാമ്മയും ജാവറേസിനും ദൈവത്തോട് സംസാരിച്ചിരുന്നു മക്കളെ. അവർ മണിക്കൂറുകൾ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ അവർ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് യേശുവുമായി അവർ ദൈവവുമായി സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിത്വങ്ങളായിരുന്നു. കാരണം അവരിൽ ഹൃദയവിശുദ്ധി ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ദൈവത്തെ കാണുവാൻ സാധിച്ചു. അതുകൊണ്ട് അവർക്ക് ദൈവത്തോട് സംസാരിക്കുവാൻ സാധിച്ചു. കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. നീതിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ പരിചയപ്പെട്ട് റിട്ടയർ ആയ ഒരു സഹോദരന്, ആ സഹോദരൻ പറഞ്ഞാൽ 1 രൂപ പോലും കൈക്കൂലി മേടിച്ചില്ല. നീതിയായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഞാൻ പ്രവർത്തിച്ചിരുന്നത്. നീതിയായിട്ടല്ലാത്ത ഒരു പ്രവൃത്തി പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. വലിയ സമ്പാദ്യമൊന്നുമില്ല, അന്നതുകൊണ്ട് ഞാൻ തൃപ്തനാണെന്ന് അദ്ദേഹം പറയുക. പക്ഷെ എന്റെ മകന് വിദേശ രാജ്യത്ത് ഉന്നതമായ ഒരു ജോലി കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. നീതിയോടെ പ്രവർത്തിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്കുള്ളതാണ് ദൈവരാജ്യം. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി ഈശോയെ ഒന്ന് വിളിക്കാമോ? നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളതാണ്. മക്കള് ദൈവരാജ്യം അനുഭവിക്കും. ഒരു കുഴപ്പമില്ല ബ്രദറെ, നല്ല സമാധാനം. എനിക്ക് പെൻഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ, പക്ഷെ ഞാൻ അതിനകത്ത് സംതൃപ്തനാണ്. എന്റെ ജോലി സമയത്ത് കിട്ടിയ ആ ശമ്പളത്തില് ഞാൻ സംതൃപ്തനാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു ഭാഗ്യവാനാണ്. എന്റെ മകൻ വിദേശത്ത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നല്ല ജോലി ചെയ്യുക. എന്റെ കുടുംബം ഇന്ന് സൗഭാഗ്യത്തില്, വലിയ ദൈവാനുഗ്രഹത്തില് ഞാനൊരു ഭാഗ്യവാനാണ്. കരമുയർത്തി ഈ സ്വർഗീയ സൗഭാഗ്യത്തിനായിട്ട് തിരുവചനം അനുസരിച്ചുള്ള ജീവിതം ഈ ഭൂമിയിൽ നടത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്ന് വിളിക്കാമോ? ഈശോയെ വിളിക്കാമോ? ഈശോയെ വിളിക്കാമോ? എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാകുന്നു. നമുക്കെതിരെ വ്യാജമായ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരാണെന്നാണ് തിരുവചനം. നമ്മൾ അങ്ങനെ പ്രതികരിക്കുക. ഇവിടെ ഇടവകയിലെ ശുശ്രൂഷക്കായിട്ട് വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി പിതാവിനയക്കോ പല പരിപാടികളും ചെയ്തു. അപ്പോഴെല്ലാം ഞാൻ ഭാഗ്യവാനായിട്ട് മാറുകയാണ്. ഞാൻ അവരോട് സംതൃപ്തി പുലർത്തുകയല്ല, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. കാരണം അവർ ഞാനിവിടെ ആരംഭത്തിൽ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് പെരുന്തോട്ട പിതാവിന് ഈ കാര്യം അരവണയിൽ അറിയത്തില്ല. ഈ ശുശ്രൂഷ ആരംഭിച്ച കാര്യം ഈ ഇടവകയിലുള്ള ഒരു സഹോദരൻ ഇതിനെതിരായിട്ട് വ്യാജമായിട്ട് എഴുതി അറിയിച്ചപ്പോഴാണ് അവിടെ അറിഞ്ഞപ്പോൾ ഞാനൊരു ഭാഗ്യവാനായിട്ട് മാറുക. എനിക്ക് അദ്ദേഹത്തോട് യാതൊരു ശബ്ദത്തിൽ എനിക്ക് ബഹുമാനം അദ്ദേഹത്തോട്. കാരണം അദ്ദേഹത്തിലൂടെയാണ് ഇന്ന് ഞാൻ ഇടവകയിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിലൂടെയാണ്. അപ്പൊ ഞാൻ എനിക്കെതിരായിട്ട് വ്യാജമായിട്ട് എന്തൊക്കെ എഴുതി അറിയിച്ചാലും ഞാൻ എന്തായിട്ട് മാറി ദൈവസന്നിധിയിൽ ഞാൻ ഭാഗ്യവാനായിട്ട് മാറി. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കാമോ?
ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്ന ആ മക്കളും അനുഭവിച്ച ആ സൗഭാഗ്യം പ്രിയപ്പെട്ടവരെ അവിടെ ആ ദേവാലയം പണി കഴിപ്പിച്ച മലമൂലിൽ ഒരു ദേവാലയം പണി കഴിപ്പിച്ചിട്ടുള്ളവരുടെ കഴിഞ്ഞ നാട്ടിൽ ചെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ 8